സ്റ്റാർട്ട് ടു എൻഡ് ഒട്ടും ബോറടിയില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു റോം കോം എൻ്റർടൈനർ. പക്ക സിനിമാറ്റിക് ആയ കഥയാണ്. റിയൽ ലൈഫിലൊന്നും ഒരിക്കലും നടക്കാൻ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഒരു പരിപാടിയാണ്. പക്ഷേ അതിനെ ഒരു ഗംഭീര സ്ക്രിപ്റ്റാക്കി സ്റ്റാർട്ട് ടു എൻഡ് ഒട്ടും ബോറടിയില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാക്കിയിട്ടുണ്ട്. പ്രദീപ് രംഗനാഥനാണ് നായകൻ. പുള്ളിയുടെ മാനറിസം ഈ സിനിമയിൽ വളരെ പക്കായിട്ട് ആ ഹീറോ കഥാപാത്രത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ആയി വന്നിട്ടുമുണ്ട്. മമിത ബൈജും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സായ അഭ്യങ്കറാണ് മ്യൂസിക്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ പാട്ടുകളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ശരത് കുമാർ ഇതിലൊരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറായിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഒന്നും സിനിമയിൽ എവിടെയും ഇല്ല. പക്ക എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫിക്ഷൻ, ഒരു സിനിമാറ്റിക് ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു തരത്തിലുള്ള സിനിമയാണ്. പ്രദീപ് രംഗനാഥന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ യൂത്തിന് നന്നായി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പരിപാടി ആയിരിക്കുമല്ലോ. ഡ്യൂഡും അങ്ങനെയാണ്. കീർത്തിശ്വരൻ സ്റ്റാർട്ട് ടു എൻഡ് യൂത്തിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായി വന്നിട്ടുമുണ്ട്. ഒരു ത്രികോണ പ്രണയവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസും കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ളത്. സിനിമയുടെ ഒരു പോയിന്റിൽ കുറച്ച് ഇമോഷണലി ഒക്കെ കണക്ട് ആവുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പേഴ്സണലി സിനിമ നന്നായി ഇഷ്ടപ്പെട്ടു.